മഴയായിപ്പോയി ഗൈസ്, മഴയായിപ്പോയി. പിള്ളേരെ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. നിങ്ങൾ മഴയായിപ്പോയെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഇത്രയും വെയിലത്താണ് ഉള്ള മഴ എന്ന് പറഞ്ഞെന്ന് വിചാരിക്കരുത്. വെയിലുണ്ടെങ്കിലും നല്ല മഴയാണ്. ഇവിടുത്തെ വെയിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണടിച്ച് പോണ വെയിലാണ്. എന്താണെങ്കിലും ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അതായത് ഇപ്പോൾ ന്യൂസിലാൻഡിലൊക്കെ നമുക്കിപ്പോൾ വേണ്ടാത്ത ഡ്രസ്സുകളോ അങ്ങനെ ഇട്ട് പഴകാത്ത ഡ്രസ്സുകളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ചിലർ വീട്ടിൽ നിന്ന് വന്ന് വാങ്ങിക്കാറില്ലേ, അതുപോലെ ഇവിടെ ഡൊണേഷൻ ഷോപ്സിൽ ആൾക്കാർ മോസ്റ്റ്ലി കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം ഓട്ടമൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല രസമാണ് സ്ട്രീറ്റ് കാണാൻ. അപ്പം ഞങ്ങൾ ബസ്സിലായിരുന്നു കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങളൊരു ഒ പി ഷോപ്പ് എന്നാണ് ഇവിടെ പറയുക. ഡൊണേഷൻ ഷോപ്സിന് ഞങ്ങൾ ഒ പി ഷോപ്പ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് കണ്ടോ, ഇവിടെ ബാങ്ക് ഓഫ് ബറോഡയുണ്ട്, ന്യൂസിലാൻഡ് ബ്രാഞ്ചിൻ്റെ. ഞാൻ അവിടെ നിന്ന് ലോൺ എടുത്തിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. നിറയെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ടോ, ആ ഷൂ ഒക്കെ ഒരു $7-8 ശരിക്കും ഒരു $100 $200 സാധനങ്ങളൊക്കെ ആയിരിക്കും. അധികം നശിക്കാത്ത സാധനങ്ങളാണെങ്കിൽ ഇവിടെ കൊണ്ടിടും കേട്ടോ. ഇത് ചെരുപ്പ് മാത്രമല്ല, ഉടുപ്പുണ്ടാവും, ക്രോക്കറീസ് ഉണ്ടാവും, ബാഗ് ഉണ്ടാവും, ജാക്കറ്റ് ഉണ്ടാവും, ഗ്ലാസ്സസ് ഉണ്ടാവും, ഈവൻ പാഡ് പോലും, പാഡ് ആൻഡ് ഡയപ്പേഴ്സ്, ഈവൻ അണ്ടർ ഗാർമെൻറ്റ്സ് വരെ ഡൊണേഷനിൽ ചെയ്യാറുണ്ട് കേട്ടോ. സോ അതൊന്നും കണ്ടിട്ട് ഇട്ട് വഴുകിയതാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ആരും ഒരുപാട് വൃത്തികേടായ സാധനങ്ങൾ കൊടുക്കാറില്ല. ഞാൻ ഈ ഷോപ്പിൽ മുന്നേ വോളണ്ടിയറിങ് ചെയ്തിട്ടുള്ളതാണ്. ഞാനിവിടെ ന്യൂസിലാൻഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവർ ഭയങ്കര സ്ക്രീനിങ് ആണ്. അതായത് ഒരു ചെറിയ സ്റ്റെയിൻ ഉണ്ടെങ്കിൽ പോലും എടുത്ത് കളയൂ കേട്ടോ. പിന്നെ ഞാൻ കുറേ ഡ്രസ്സസ് ട്രൈ ചെയ്തു. എല്ലാം എനിക്ക് അരയിലിടുന്ന, അതായത് താഴോട്ടുള്ള ഉടുപ്പുകളെല്ലാം ഞാൻ ട്രൈ ചെയ്ത പാൻസ് എല്ലാം എനിക്ക് ലൂസായിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് എന്നൊക്കെ ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നാക്ക് വരെ ഉളക്കി പോകാണല്ലോ. ഇത് കണ്ടോ, ഈ ഷൂ $7 കേട്ടോ അതിന്. ആ ഷൂ ഞാൻ ആ വില പോലും ഇളക്കാതെ കുറച്ച് നേരം പിന്നെ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഇത്തിരി ഷോ ഓഫ് കാണിക്കാനായിട്ട് ഒരു വീഡിയോ എടുത്ത് അടിയെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചു. അത് കഴിഞ്ഞത് കയ്യിൽ ബാഗിൽ നിറയെ സാധനങ്ങളായിട്ട് ഞങ്ങൾ തിരിച്ച് ചാരിറ്റി കോർണറിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ